ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കും പരിപ്പും ലോക്കിയും പിന്നെ മാങ്ങയും ഇട്ടിട്ട് ഒരു തേങ്ങ അരച്ചൊരു കറിയുടെ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചിലപ്പോൾ ഒത്തിരി പേർക്കൊക്കെ ഇതിൻ്റെ അറിയാമായിരിക്കുമല്ലോ റെസിപ്പിക്ക്. അപ്പം അറിയാത്തവർക്ക് വേണ്ടിയായിട്ട് അപ്പോൾ ആണെങ്കിൽ പുതിയതായിട്ടൊക്കെ ഈ പാചകം പഠിക്കുന്ന പിള്ളേരൊക്കെ ഇല്ലേ, അവർക്ക് വേണ്ടിയിട്ടാണേ ഞാൻ ഇത് ഇടുന്നത്. അപ്പോൾ അറിയുന്നവരൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഏറ്റവും ആദ്യം ഇതുപോലെ ലോക്കി, നാട്ടിലെന്തോ ഇത് പറയുന്നത് എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങളിവിടെ ലോക്കി, ദുധി ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഇത് തൊലിയൊക്കെ കളഞ്ഞ് അപ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം. ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ അരിയൊക്കെ ഒത്തിരി മൂത്താണെങ്കിൽ അതൊക്കെ കളയണേ. ഇതിനകത്തിപ്പോൾ ഇത് നല്ല പിഞ്ചായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നത്. ഇവിടെ നല്ല സീസൺ സമയമാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് അപ്പോൾ അതേ കണ്ടില്ലേ, അതിൻ്റെ അരിയൊന്നും ഒട്ടും ഇല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് മുഴുവനായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അരിയൊക്കെ അകത്തൊക്കെ മൂത്ത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊക്കെ കളയണേ. എന്നിട്ട് വേണം ഇതുപോലെ ചെറിയ ക്യൂബ്സാക്കി അരിഞ്ഞ് വെക്കാനായിട്ട്. ഞാനാണെങ്കിൽ കുറച്ച് തോരപ്പരിപ്പ്, ഞാനാണെങ്കിൽ ഒരു അരക്കപ്പ് തോരപ്പരിപ്പ് ഞാൻ കഴുകി 3 വട്ടം വെള്ളത്തിൽ നന്നായി കഴുകിയതിന് ശേഷം കുതിർത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കുതിർത്തുണ്ടെങ്കിൽ അന്നേരം നമുക്ക് വേണമെങ്കിൽ പ്രഷർ കുക്കറിട്ട് വേവിക്കാവുന്നേ ഉള്ളൂ. പക്ഷേ എന്നാലും കുറച്ച് സമയം അധികം എക്സ്ട്രാ എടുക്കും. ഇങ്ങനെ നമ്മൾ അരമണിക്കൂർ കുതിർത്തിട്ട് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ അതേ പരിപ്പൊക്കെ ഞാൻ കുതിർത്തി വെച്ചേക്കാൻ അത് പ്രഷർ കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ ലോക്കി അരിഞ്ഞ് വെച്ച് അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പച്ച മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമുക്ക് മുഴുവൻ വേണ്ട. അത് ഇത്ര ചെറിയൊരു പീസ് കുറച്ച് ക്വാണ്ടിറ്റിയിലേ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഇത്രയും മതി കേട്ടോ. നല്ല പുളിയുള്ള മാങ്ങയാണ് കേട്ടോ. അതുകൊണ്ട് നമ്മൾ നോക്കണേ പുളി എങ്ങനെയാണ് ഉള്ളതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി നല്ല ഇതിലും നല്ല പുളിയുള്ള കിട്ടുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിൻ്റെ പകുതി ചേർത്താൽ മതി. ഇതിപ്പോൾ ഇച്ചിരി കുറവാണ് കേട്ടോ ഇവിടെയൊക്കെ. എന്നുവെച്ചാൽ ഒത്തിരി നാട്ടിലത്തെ കൂട്ടൊക്കെ അങ്ങനെ പുളിയുള്ള മാങ്ങ ഇവിടെ കിട്ടത്തില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇത്രയും ക്വാണ്ടിറ്റിയിൽ ഇതിടുന്നത്. അപ്പോൾ അതും കൂടി അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. എപ്പം നമ്മൾ ഏത് പരിപ്പ് ഉണ്ടാക്കിയാലും 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണേ. അപ്പോൾ നമുക്ക് ഇപ്പം വിസിലൊക്കെ അടിക്കുമ്പോൾ ഒത്തിരി ഇങ്ങനെ എല്ലാം പുറത്ത് ചാടി വരത്തില്ല, അങ്ങനെയും വരത്തില്ല. പിന്നെ പരിപ്പിനകത്തൊക്കെ ആണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് കിട്ടാനായിട്ട് 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടുന്നുണ്ടോ. നിങ്ങളിത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നമുക്കിതൊരു 3 വിസിൽ വരുന്നത് നമുക്കത് വെയിറ്റ് ചെയ്യാം. അതുവരത്തേക്ക് നമുക്കൊരു അരപ്പ് റെഡിയാക്കി എടുക്കാം. മിക്സിയിൽ ജാറിലേക്ക് ഞാനാണെങ്കിൽ 1/2 കപ്പ് തേങ്ങ ചിരകി ഇട്ട് കൊടുക്കും. 4-5 പച്ചമുളക് ഇതുപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കും. നമുക്ക് എങ്ങനെയാണ് സ്പൈസി കഴിക്കാൻ താല്പര്യമുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. ഞാൻ ഇച്ചിരി അധികം ഇടുന്നുണ്ട് കേട്ടോ, ഒരു 4-5 ഇടുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ഈ വീഡിയോ എടുക്കാൻ വിട്ടുപോയതാണ് കേട്ടോ, ക്യാമറ ബന്ധായിരുന്നു. അപ്പോൾ നമുക്കാണെങ്കിൽ കുറച്ച് വെള്ളം കൂടെ അതിനകത്ത് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഫൈൻ പേസ്റ്റ് നമുക്ക് റെഡിയാക്കി എടുക്കാം. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ 3 വിസിൽ വന്നപ്പോൾ ഞാനാണെങ്കിൽ ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. നന്നായിട്ട് എയറൊക്കെ പോയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, തീരെ തിളച്ച് തൂവോ ഒന്നും ചെയ്തിട്ടില്ല. കണ്ട നല്ല ക്ലീനായിട്ട് നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അഥവാ അങ്ങനെ എണ്ണ ഒഴിച്ചിട്ട് നിങ്ങൾക്ക് പോകുന്നുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമ്മൾ പരിപ്പോ എന്തെങ്കിലും വേവിക്കുമ്പോൾ അതിനകത്ത് 1 ടീസ്പൂൺ, വെറും 1 ടീസ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ടാണെങ്കിൽ നമ്മൾ വിസിലടുപ്പിച്ചെടുക്കുകയാണെങ്കിൽ അപ്പോഴും നമ്മളാണെങ്കിൽ ഇതുപോലെ തിളച്ച് തൂവത്തില്ല കേട്ടോ. നിങ്ങളിതുപോലെ ട്രൈ ചെയ്ത് നോക്കാം. ട്രൈ ചെയ്തിട്ട് ഇതുമായിട്ട് എൻ്റെ 1-2 വട്ടം കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നെ അറിയിക്കണേ. അപ്പോൾ അതേ ഞാനാണെങ്കിൽ തേങ്ങയൊക്കെ അരച്ച് വെച്ചില്ലേ, അത് നമുക്ക് അതിനകത്തോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കാണെങ്കിൽ തള വരണ്ട കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഗ്യാസിൻ്റെ ഫ്ലെയിമിൽ നിന്ന് നമുക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് അതിന് വേണ്ടി ഒരു തടക്ക റെഡിയാക്കി എടുക്കാം. തടക്കാപ്പേനകത്ത് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിയുമ്പം 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. 2-3 വറ്റൽമുളക് ഇട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ കടുക് വറുത്ത് നമുക്ക് താളിച്ചത് അതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അടച്ച് നമുക്കൊരു 5 മിനിറ്റത്തേക്ക് വയ്ക്കാം കേട്ടോ. അതിൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ഇറങ്ങി നല്ലൊരു അടിപൊളി ടേസ്റ്റ് ഇട്ട് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ എങ്ങനെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയിക്കുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോലെ. നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ ഫ്രണ്ട്സ്. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് ടേക്ക് കെയർ.